എന്ത് മഴയല്ലേ! ഷോ, പുറത്തിറങ്ങാൻ പറ്റണില്ല. പൂച്ചകളെയൊന്നും ഇവിടെ കാണാനും കൂടി ഇല്ല. അവർ പള്ളിയിലേക്ക് പോയി തോന്നുന്നുണ്ട് കാലത്ത് തന്നെ. ഭക്ഷണം കഴിക്കാൻ വന്നു, എന്നിട്ട് അവരെ ഇവിടെ കാണാനേ ഇല്ല. അവർ പള്ളിയിലാകുമ്പോൾ ഇങ്ങനെ കുറേ ഷീറ്റൊക്കെ ഇട്ട സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും കയറിയിരിക്കാം. ഇവിടെ ഇരിക്കാൻ അവർക്ക് എന്തോ മഴ വരുമ്പോൾ അത്ര ഇഷ്ടമില്ല. നമ്മുടെ കുഞ്ചപ്പം മാത്രമേ ഇവിടെ ഇരിക്കാറുള്ളൂ. വീണ്ടും റോഡിലെല്ലാം വെള്ളം വന്നു. പുഴ കാണിച്ചു തരാം കേട്ടോ. പുഴ കണ്ടോ? പക്ഷെ എത്ര വെള്ളം വന്നാലും ഇങ്ങോട്ട് കയറി വരില്ല കേട്ടോ. കണ്ടോ, അവിടം വരെ നിൽക്കുള്ളൂ. ഇത് കായലിൻ്റെ കൈവഴിയായിട്ടുള്ള പുഴയായതുകൊണ്ടേ വെള്ളം നമ്മുടെ വീട്ടിലേക്കൊന്നും കയറി വരില്ല. എത്ര മഴ പെയ്താലും വരില്ല. എങ്കിലും പുഴയിലിപ്പോൾ നല്ലോണം വെള്ളമുണ്ട്. പക്ഷികളെ ഒന്നും കാണാനില്ല. നല്ല മഴ പെയ്യുമ്പോൾ പക്ഷികൾ പോലും വരില്ല കേട്ടോ. നീർക്കാക്കി അങ്ങനെ ഒന്നും വരില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ, മഴ ഒന്ന് കുറയുമ്പോൾ അവരൊക്കെ വരും. ആകെ ശോകമയം. മഴ കാണുമ്പോൾ അങ്ങനെ തോന്നും അല്ലേ, ഒരു ദുഃഖം പോലെ തോന്നും. കണ്ണീര് പോലെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ആകെ ഒരു ശൂന്യത. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. മഴ ഇതുപോലെ പുഴയൊക്കെ അടുത്തുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക. കുളം, പുഴ ഇതൊക്കെ ആണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ ഇതാണ് പുറകിലത്തെ ഗേറ്റ്. ഇത്ര അടുത്താണ് പുഴ. അപ്പോൾ ആരായാലും വല്ല തേങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴുകി വരും. അതൊക്കെ എടുക്കാനൊക്കെ പോവുകയാണെങ്കിൽ സൂക്ഷിക്കുക കേട്ടോ. പുഴയിലേക്ക് വീഴരുത്. തേങ്ങയേക്കാൾ വലുതാണ് നമ്മുടെ ജീവൻ എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുപ്രഭാതം.